എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇംഗ്ലീഷിൻ്റെ അടുത്ത ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ 2 യൂണിറ്റിൻ്റെ അത്യാവശ്യം സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ്, സമ്മറി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു സൗകര്യത്തിന് സമ്മറി മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കോണം. അറിയാമല്ലോ, ഇംഗ്ലീഷ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് 2 യൂണിറ്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റോൾ ഓഫ് പേരൻസ് എന്നുള്ള ഒരു എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ആൻസറാണ്. അപ്പോൾ നമ്മൾ റോൾ ഓഫ് പേരൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയുക? ദെയർ ഈസ് ആൻ അഡേജ് മാതാ പിതാ ഗുരു ദൈവം. അഡേജ് എന്ന് വെച്ചാൽ സെയിങ്. അപ്പം മാതാ പിതാ ഗുരു ദൈവം അങ്ങനൊരു സെയിങ് ഉണ്ട്. ഇറ്റ് എൻവിസേജസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പേരൻസ്. ഇറ്റ് എൻവിസേജസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേരൻസ്. ഈ സെയിങ് പേരൻസിൻ്റെ ഇമ്പോർട്ടൻസിനെയാണ് കാണിക്കുന്നത്. സോ ദെയർ ഈസ് ആൻ അഡേജ് മാതാ പിതാ ഗുരു ദൈവം വിച്ച് എൻവിസേജസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പേരൻസ്. പിന്നെ റോൾ ഓഫ് പേരൻസ് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? പേരൻസ് ഹാവ് ഗ്രേറ്റ് റോൾസ് ഇൻ അവർ ലൈഫ്സ്. ദേ ആർ ഹാപ്പി വെൻ വി ആർ ബോൺ, നമ്മൾ ജനിക്കുമ്പോഴും, ആൻഡ് വെൻ വി ഗ്രോ പോസിറ്റീവ്ലി, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഗ്രോ ചെയ്യുമ്പോഴും നമ്മുടെ പേരൻസ് വളരെ ഹാപ്പി ആയിരിക്കും. ദേ ആർ ഈഗർ അറ്റ് എവറി പോയിൻ്റ് ഓഫ് അവർ ഗ്രോത്ത്. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ പേരൻസ് വളരെ ഈഗറായിരിക്കും. So there is an adage Mada Pida Guru Devam which shows the importance of parents. Parents have great roles in our lives. They are happy when we are born and when we grow positively. They are eager at every point of our growth. പിന്നെ parents they support and motivate us. Parents നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. They love and care us. അവർ നമ്മളെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു. And they act as our guides. പേരൻസ് നമ്മളുടെ ഗൈഡ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി എന്തൊക്കെ സപ്പോർട്ടാണ് പേരൻസ് നമുക്ക് തരുന്നത്? ദേ ഗിവ് അസ് മെൻ്റൽ, മോറൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. മെൻ്റൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. സോ അവർ പേരൻസ് സപ്പോർട്ട് ആൻഡ് മോട്ടിവേറ്റ് അസ്. ദേ ലവ് ആൻഡ് കെയർ അസ്. ദേ ആക്ട് ആസ് അവർ ഗൈഡ്സ്. ദേ ഗിവ് അസ് മെൻ്റൽ, മോറൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അത് മാത്രമല്ല തരുന്നത്, ദേ ഗിവ് അസ് പണിഷ്മെൻറ്റ്സ് ആൻഡ് കോംപ്ലിമെൻറ്റ്സ്. പണിഷ്മെൻറ്റ്സും കോംപ്ലിമെൻറ്റ്സും തരുന്നുണ്ട്. വെൻ വി സക്സീഡ് ഇൻ അവർ ലൈഫ്സ് ദേ ബിക്കം ഹാപ്പി. നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ പേരൻസ് ഹാപ്പി ആവും. വി സക്സീഡ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഗുഡ് വാല്യൂസ് ദേ കൾട്ടിവേറ്റഡ് ഇൻ അസ്. പേരൻസ് കൾട്ടിവേറ്റ് ചെയ്ത ഗുഡ് വാല്യൂസ് കാരണമാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എസ്സേയാണ്, നോക്കുക. അടുത്ത ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമ്മറിയാണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ഒരു യങ് സീകളിൻ്റെ കഥയാണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീകൾ ഹു വാസ് അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. തൻ്റെ ആദ്യത്തെ പറക്കലിന് മടി കാണിച്ച ഒരു സീകളിൻ്റെ കഥയാണിത്. ഇനി സീഗൾ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ദ സീഗൾ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ദ ഫാദർ, മദർ, ദ യങ് സീഗൾ. യങ് സീഗൾ എന്ന് പറഞ്ഞാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ. സോ ദിസ് ഈസ് എ ഫാമിലി. എന്തോ അവിടുത്തെ ഇഷ്യൂ, നമ്മുടെ കഥയിലെ ഇഷ്യൂ എന്താ? ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ ദ ഡേ ബിഫോർ. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒരു സിസ്റ്ററേ ഉള്ളൂ, സിസ്റ്ററും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബട്ട് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. പക്ഷെ അവന് പറക്കാനുള്ള ധൈര്യമില്ല. സോ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ ദ ഡേ ബിഫോർ ബട്ട് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. റീസൺസ് എന്തൊക്കെയാണ്? ഇങ്ങനെ നമ്പർ ഇട്ടൊന്ന് എക്സാമിന് എഴുതരുത്, പഠിക്കാനുള്ള സൗകര്യത്തിന് നമ്മളങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഹി ലാക്ഡ് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. തൻ്റെ വിങ്സ് തന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നാണ് അവൻ്റെ വിചാരം. ഹി ഡിഡ് നോട്ട് നോ അബൌട്ട് ഹിസ് ഇന്നേറ്റ് എബിലിറ്റി ടു ഫ്ലൈ. തൻ്റെ പറക്കുവാനുള്ള ആന്തരികമായ കഴിവിനെപ്പറ്റി അവന് ബോധമില്ല. ആൻഡ് ഹി നെവർ ഹാഡ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ഫ്ലൈ. ഇതിനു മുമ്പ് പറന്ന് പരിചയമില്ല. സോ ദീസ് ആർ ദ 4 reasons. ഹി ലാക്ഡ് സെൽഫ് കോൺഫിഡൻസ്. ഹി ഡിഡ് നോട്ട് നോ അബൌട്ട് ഹിസ് ഓൺ ഇന്നേറ്റ് എബിലിറ്റി ടു ഫ്ലൈ. ജന്മനാ ഉള്ള കഴിവിനെ പറ്റി അവൻ അറിയില്ല. ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. തൻ്റെ ചിറകുകൾ സപ്പോർട്ട് ചെയ്യില്ലെന്നും വിചാരിച്ചു. ആൻഡ് ഹി നെവർ ഹാഡ് എനി പ്രീവിയസ് എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് പറന്നൊരനുഭവം ഇല്ല. അപ്പോൾ അവൻ്റെ പേരൻസ് എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് എന്താ? പറക്കാതെ അവിടെ ഇരിക്കുക, റീസൺസും പറഞ്ഞു. ഹിസ് പേരൻസ് ട്രൈ ടു മോട്ടിവേറ്റ് ഹിം. അവൻ്റെ പേരൻസ് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്താ ചെയ്തേ?
They came around him. അവൻ്റെ അടുത്ത് വന്നു. Called him shrilly. ഉറക്കെ അവനെ വിളിച്ചു. And threatened to starve him. പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി. Came around him. Called him. Threatened to starve him. പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി. But still he did not have the courage to fly. പറക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? He was made to sit alone in his ledge the whole day starving. അവനെ ആ ലെഡ്ജിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. The whole day starving. ആ ദിവസം മുഴുവൻ പട്ടിണിക്ക് അവൻ അവിടെ ഇരിക്കുകയാണ്. He was made to sit alone in his ledge the whole day starving. അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ പരിപാടി എന്താ? സിറ്റിംഗ് ദെയർ ഹി വാച്ച് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഫാമിലി മെമ്പേഴ്സ്. അവിടെ ഇരുന്നുകൊണ്ട് ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുകയാണ് അവൻ്റെ പരിപാടി. പിന്നെയും കഥ മുമ്പോട്ട് പോകണമല്ലോ. വാട്ട് ഹാപ്പൻ? ഹിസ് മദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് അൺലെസ് ഷീ ഇൻ്റർഫിയർഡ് ഹി വുഡ് നോട്ട് ഫ്ലൈ. താൻ ഇടപെട്ടില്ല എങ്കിൽ അവൻ പറക്കില്ല എന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അൺലെസ് ഷീ ഇൻ്റർഫിയർഡ് ഹി വുഡ് നോട്ട് മേക്ക് ആൻ അറ്റംപ്റ്റ്. അവൻ പറക്കില്ല എന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? ഷീ കെയിം നിയർ ഹിം ക്യാരിയിങ് എ സ്ക്രാപ്പ് ഓഫ് ഫിഷ് ഓൺ ഹെർ ബീക്ക്. ചുണ്ടിൽ ഒരു ഫിഷിൻ്റെ പീസുമായിട്ട് അവൻ്റെ അടുത്ത് വന്നു. ദ യങ് സീകൾ ടയേർഡ് ബൈ ഹങ്കർ. പട്ടിണി മൂലം ക്ഷീണിച്ച സീകൾ വാട്ട് ഹാപ്പൻ? ഹി ഡൈഡ് ഫോർ ദ ഫിഷ്. ഫിഷിന് വേണ്ടി ചാടി. ആൻഡ് ഫെൽ ഡൗൺ. താഴേക്ക് വീണു. ഹി ഡൈഡ് ഫോർ ദ ഫിഷ് ആൻഡ് ഫെൽ ഡൗൺ. നോക്കിക്കേ, his mother understood that unless she interfered he would not fly. So she came near him with a scrap of fish on her beak. Tired by hunger, the young seagull died for the fish and he fell down. He started falling downwards. താഴോട്ട് വീഴുകയാണ്. He started falling downwards. Then he could flap his wings. അവനവൻ്റെ ചിറകുകൾ വിടർത്താൻ പറ്റി. സോ ഹി വാസ് നോട്ട് ഫോളിങ്, ഹി വാസ് സോറിങ് ഡൗൺവേർഡ്സ്. ഇപ്പോൾ അവൻ താഴേക്ക് കുതിക്കുകയാണ്. വീഴുകയും കുതിക്കുകയും ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. Then he moved outwards. Then he moved upwards. Thus he made his first flight. നോക്കിക്കേ, he was able to flap his wings. He was not falling. He was soaring downwards, then outwards. He started soaring upwards. ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം മുതൽ നോക്കാം. It is the story of a young seagull who was afraid to make his first flight. His parents tried to motivate him, but he did not have the confidence to fly. They came around him, called him shrilly, and threatened to starve. So he was made to sit alone in his ledge the whole day starving. Sitting there, he watched the activities of the other family members. His mother understood that unless she interfered, he would not fly. So she came near him with a scrap of fish on her beak. Tired by hunger, the bird dived for the fish and fell down. He started falling downwards. Then he could flap his wings. Now he was not falling. He was soaring downwards. Then he started soaring outwards. Then he started soaring upwards. Thus he made his first flight. പിന്നെന്താ സംഭവിച്ചേ? The whole family praised him. എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും അവനെ പ്രൈസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? Now they wanted him to land on the sea. ഇനി അവനെ സീയിൽ ലാൻഡ് ചെയ്യിക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? They landed on the green sea and beckoned to him. They landed on the green sea and beckoned to him. അവനെ വിളിച്ചു. He was afraid to do so. അവന് ചെയ്യാൻ പേടിയാണ്. As he was so tired, he made an attempt to land on the sea. ടയർഡ് ആയതുകൊണ്ട് സീയിൽ ഇറങ്ങാൻ ശ്രമിച്ചു. His legs touched water. It sank. അവൻ്റെ കാലുകൾ His legs sank into the sea. കാലുകൾ വീക്കായിരുന്നു, അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. He tried to escape by making an attempt to fly but failed. പറക്കാൻ ശ്രമിച്ചു, ഫെയിലായി. His feet sank. His belly touched the water and he sank no farther. ബെല്ലി വെള്ളത്തിൽ മുട്ടിയപ്പോൾ പിന്നെ അവൻ താന്നു പോയില്ല. നോക്കിക്കേ, now his parents wanted him to land on the sea. They landed on the green sea and beckoned to him. The bird made an attempt to land on the sea. His legs sank into the sea. His belly touched water and he sank no farther. The whole family praised him. എല്ലാവരും അവനെ പ്രൈസ് ചെയ്തു. Thus he was able to avoid his fear, became self-confident and made his first flight. ഇതാണ് സ്റ്റോറി. ഇതൊരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ the story deals with the themes of fear, overcoming it with self-confidence and of ultimate success. The story deals with the themes of fear, overcoming it with self-confidence and of ultimate success. എന്താ ഇവിടുത്തെ വിഷയം? The bird was nervous. The bird was nervous to fly.
His parents interfered, gave him the proper treatment, they let him starve. അവന് ആവശ്യത്തിനുള്ള പണി കൊടുത്തു, അവനെ പട്ടിണി കിട്ടു. The situation prompted him to fly, and thus he was able to overcome his fear and became successful in the art of flying. അത് ഏറ്റവും ഷോർട്ടായിട്ട് എഴുതേണ്ടി വന്നാൽ എഴുതാനാണ്. അടുത്തത് ഐ വിൽ ഫ്ലൈ എന്നുള്ള പാഠമാണ്. വളരെ സിമ്പിളാണ്. എ പി ജെ അബ്ദുൽ കലാം വാസ് ഡെലിവറിങ് എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. എ പി ജെ അബ്ദുൽ കലാം ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്നുള്ള ടോപ്പിക്കിൽ സ്പീച്ച് നടത്തുവാണ്. There he got reminded of an experience he had while delivering a lecture on the topic സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്നുള്ള വിഷയത്തിൽ സംസാരിച്ച അനുഭവം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പ്രോഗ്രാമിൻ്റെ പേര് ശാസ്ത്രയാൻ. ഡ്യൂറിങ് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എ ടീനേജർ ആസ്ക്ഡ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു ടീനേജർ അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയായിരുന്നു ചോദ്യം? ദ ബോയ് വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഹി വാണ്ടഡ് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. He wanted to build the engine of the ship. He wanted to be the captain of the ship. അതിലെല്ലാം ഉപരി moreover he wanted to have confidence. നോക്കിക്കേ, he wanted to become a marine engineer. He wanted to travel in a ship. He wanted to become the captain of the ship. He wanted to build the engine of the ship. Moreover he wanted to have confidence. എന്ത് സംഭവിച്ചു? A.P.J. Abdul Kalam recited an ancient beautiful poem titled I Will Fly. The poem delivered the idea that poet's idea എന്താ? Everybody is born with potential. Everybody is born with goodness and trust. Everybody is born with ideas and dreams. Everybody is born with confidence. Everybody has wings with which they could fly. Everybody is born with potential. Everybody is born with ideas and dreams. Everybody is born with greatness and confidence. Everybody has wings with which they could fly and attain success. നമുക്ക് ഒന്നുകൂടെ നോക്കാം. എ പി ജെ അബ്ദുൽ കലാം വാസ് ഡെലിവറിങ് എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. He got reminded of an experience he had in a program called Shastrayan. During the question answer session, a teenager, a typical representative of the Indian youth, asked him a set of questions. The boy wanted to become a marine engineer. He wanted to travel in a ship. He wanted to be the captain of the ship. He wanted to build the engine of the ship. But he did not have the confidence. So he wanted to have confidence. A.P.J. Abdul Kalam recited an ancient beautiful poem titled I Will Fly. The poem delivered the idea that everybody is born with potential. Everybody is born with ideas and dreams. Everybody is born with greatness and confidence. Everybody is born with wings with which they could fly and attain success. ഇനി അടുത്തൊരു പാർട്ടൂടുണ്ട്. Kalam's message to the youth indicates that everybody is unique and everybody should be unique. കലാമിൻ്റെ യൂത്തിനോടുള്ള മെസ്സേജിൽ പറയുന്നത് എല്ലാവരും യുണീക്കാണ്, എല്ലാവരും യുണീക്ക് ആവണം. കലാംസ് മെസ്സേജ് ടു ദ യൂത്ത് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എവറിബഡി ഈസ് യുണീക്ക് ആൻഡ് എവറിബഡി ഷുഡ് ബി യുണീക്ക്. ബട്ട് ദ സൊസൈറ്റി ട്രൈസ് ഇറ്റ്സ് ബെസ്റ്റ് ടു മേക്ക് യു സംബഡി എൽസ് or everybody else. നിങ്ങളെ മറ്റൊരാളാക്കാനാണ് സൊസൈറ്റി ശ്രമിക്കുന്നത്. സോ ദ റിയൽ ചലഞ്ച് ലൈസ് ഇൻ ബിക്കമിങ് എ യുണീക്ക് യു. നിങ്ങൾ യുണീക്ക് ആവുന്നതിലാണ് പ്രധാന കാര്യം. നോക്കിക്കേ, കലാംസ് മെസ്സേജ് ടു ദ യൂത്ത് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് everybody is unique and everybody should be unique. The society tries its best to make you someone else or everyone else. The real challenge lies in becoming a unique you. To become unique, what should you do? To become unique, you have to fight the hardest battle a human being can ever imagine. To become unique, you have to fight the hardest battle which a human being can ever imagine. So he should not stop until he reaches his destined place. Then only he can become a unique. So I hope this is clear. അടുത്തതിലേക്ക് പോകാം. ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലിരുന്ന് റിപ്പീറ്റ് ചെയ്ത് സെൻറ്റൻസ് പറയുന്ന വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് കിടപ്പുണ്ട്. അത് കേട്ട് പഠിക്കുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്കൊരു പരിചയം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇഫ് എന്നുള്ള പോയമാണ്. നോക്കിക്കേ, റുഡിയാർഡ് കിപ്ലിംഗ്. ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന കിപ്ലിംഗ് ആണ് പോയറ്റ്. ജംഗിൾ ബുക്കിൻ്റെ ഓതറായിട്ടുള്ള ജോസഫ് റുഡിയാർഡ് കിപ്ലിംഗ് ആണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ മഹാന്മാരായ റൈറ്റേഴ്സിൽ ഒരാളാണ്. നോബൽ പ്രൈസ് വിന്നറാണ്. ഹി ഈസ് ദ യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഹി ഈസ് നോട്ട് ദ യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ്, ഇറ്റ് ഈസ് മലാല. ഹി ഈസ് ദ യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടുന്ന ഏറ്റവും യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ആണ്. ഹി ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു റിസീവ് ദ നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ആര്? കിപ്ലിംഗ്.
ഇഫിനെ പറ്റി പറയാം. ഇഫ് ഈസ് ഹിസ് മോസ്റ്റ് ഫേമസ് പോയം. ഇഫ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. ഇറ്റ് ഈസ് എ ഡൈഡാക്റ്റിക് പോയം. ഡൈഡാക്റ്റിക് എന്ന് വെച്ചാൽ ടീച്ചിങ് ഇഫക്റ്റ് ഉള്ള പോയമാണ്. ഇഫ് ഡീൽസ് വിത്ത് ദ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ടു ബിക്കം എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. എന്താണ് ഇഫിൽ ഡിസ്കസ് ചെയ്യുന്നത്? ദ കണ്ടീഷൻസ് ടു ബിക്കം എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. എ ഫാദർ ഈസ് അഡ്വൈസിങ് ഹിസ് സൺ. ഒരു അച്ഛൻ മകനെ അഡ്വൈസ് ചെയ്യുകയാണ്. ഞാൻ ഓടിച്ച് പറയുകയാണ്. ആദ്യത്തെ സ്റ്റാൻസിൽ പറയുന്നത് വൺ ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ക്യാരക്ടർ. ഒരാൾക്കൊരു ബാലൻസ്ഡ് ക്യാരക്ടർ ഉണ്ടാവണം. ഹി ഷുഡ് ഓൾവേസ് കീപ് ഹിസ് ഹെഡ് ഹൈ. തല ഉയർത്തി തന്നെ ഇരിക്കണം. ദെൻ എ പെർഫെക്റ്റ് മാൻ ഷുഡ് ഓൾവേസ് ട്രസ്റ്റ് ഹിംസെൽഫ്. സ്വയം വിശ്വസിക്കണം. ബട്ട് ഹി ഷുഡ് ഹാവ് ദ കൺസിഡറേഷൻ ദാറ്റ് അതേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡൗട്ട് ഹിം. യു ഷുഡ് ഗിവ് ദ കൺസിഡറേഷൻ, ഗിവ് അലവൻസ് ടു അതേഴ്സ് ടു ഡൗട്ട് യു. Others may create lies about you, but you should not deal in lies. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ലൈസ് ഉണ്ടാക്കാം, പക്ഷെ നിങ്ങൾ ലൈസിൽ ഡീൽ ചെയ്യരുത്. Others may hate you, but you can't hate anyone. നിങ്ങൾക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. One should not talk too wise, should not look too good. ഒരുപാട് അങ്ങ് വൈസായിട്ട് സംസാരിക്കരുത്, ഒരുപാട് ബുദ്ധിമാനെ പോലെ സംസാരിക്കരുത്. ആൻഡ് ഷുഡ് നോട്ട് ലുക്ക് ടു ഗുഡ്. ഒരുപാട് മിടുക്കനെ പോലെ തോന്നിപ്പിക്കരുത്. ബിക്കോസ് ദെൻ യുവർ റെസ്പോൺസിബിലിറ്റീസ് വിൽ ഇൻക്രീസ്. പറയുന്നത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനായതുകൊണ്ട് ഒരുപാട് അങ്ങ് ബുദ്ധിമാനെ പോലെ സംസാരിക്കരുത്. എ ഗുഡ് ഹ്യൂമൻ ബീങ്. അടുത്തതാണ്. ഇഫ് യു ക്യാൻ ഡ്രീം ബട്ട് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇഫ് യു ക്യാൻ തിങ്ക് ബട്ട് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. എന്തുവാ അർത്ഥം? യു ഹാവ് ടു ഡ്രീം ബട്ട് യു കാൺ മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നിങ്ങൾക്ക് ഡ്രീംസിനെ മാസ്റ്റർ ആക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്താ? യു കനോട്ട് ബി എ മിയർ ഡ്രീമർ. നിങ്ങൾക്കൊരു സ്വപ്നജീവി ആകാൻ പറ്റില്ലെന്ന അർത്ഥം. യു ഹാവ് ടു തിങ്ക് ബട്ട് യു ഹാവ് ടു ഫിൽറ്റർ യുവർ തോട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ ഫിൽറ്റർ ചെയ്യണം. നിങ്ങളുടെ തോട്ട്സ് എല്ലാം കൂടെ ലക്ഷ്യമാക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ തലയിൽ വരുന്ന 30,000-ഓളം ചിന്തകളാണ്. വട്ടായിപ്പോവും. സോ human being dreams but can't make dreams his master. You should not be a mere dreamer. You should think but should not make thoughts his aim. Man should think, otherwise he can't become successful in life, but he should not be a mere dreamer. We have to filter our thoughts. ഇത് 3 മാർക്കിന് എഴുതാൻ ചോദിക്കും. അതുകൊണ്ട് അത് പഠിച്ചിരിക്കുക. A successful person is the one who is able to control his feelings and emotions. We have to learn to control our feelings and emotions. A person who meets with triumph and disaster is a true winner. വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ കാണുന്ന ആളാണ് യഥാർത്ഥ വിജയി. Triumph and disaster are personified since they are mentioned as two imposters. Imposter എന്ന് വെച്ചാൽ പ്രിറ്റൻഡർ, ചതിയന്മാർ. ട്രയംഫിനെ ഡിസാസ്റ്ററിനെ ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. A good life is a mixture of happy moments ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നല്ല ലൈഫ് എന്ന് വെച്ചാൽ ഹാപ്പി മൊമെൻറ്റ്സും കാണും, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും കാണും. ഇഫ് നേവ്സ് ടിസ് ദ വേർഡ്സ് യു ഹാവ് സ്പോക്കൺ യു ഷുഡ് നോട്ട് ലൂസ് യുവർ ടെമ്പർ. നേവ്സ് ഡിസോണസ്റ്റ് പീപ്പിൾ, കള്ളന്മാർ. നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ വളച്ചൊടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പർ നഷ്ടപ്പെടരുത്. കള്ളന്മാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഇഫ് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ആർ ബ്രോക്കൺ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുത്തുണ്ടാക്കിയ വസ്തുക്കളൊക്കെ നശിച്ചു പോയി. യു ഹാവ് ടു സ്റ്റോപ്പ്. നമ്മളെല്ലാവരും ഒന്ന് കുനിയും. ആൻഡ് ബിൽഡ് ദം അപ്പ് with worn out tools. Worn out tools means old skills. നിങ്ങളുടെ പഴയ സ്കില്ല് ഉപയോഗിച്ച് അതെല്ലാം വീണ്ടും സൃഷ്ടിക്കണം. അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ വീണ്ടും സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. You should have the courage to risk your winnings in one turn of pitch and toss. ഒറ്റയടിക്ക് നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നിങ്ങൾ റിസ്ക് ചെയ്യണം. If you lose, നഷ്ടപ്പെട്ടാൽ you should start from your beginnings. ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം യുവർ ബിഗിനിങ്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ ബിഗിനിങ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. യു ഹാവ് ടു ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ്സ്. നമ്മുടെ ഹൃദയം ആരോഗ്യം തരുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നെർവ്, നമ്മുടെ ചിന്തകൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നെർവ്സാണ്. അതുകൊണ്ട് ഈ 2 കാര്യത്തെയും സ്ട്രോങ് ആക്കി വെക്കുക. യു ഹാവ് ടു ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ്സ് ആൻഡ് യു ഹാവ് ടു ഫൈറ്റ് ടു ഫൈൻഡ് യുവർ ഫോർച്യൂൺ. നിങ്ങളുടെ ഫോർച്യൂൺ കണ്ടെത്താനായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. And the only thing which should remain in you is the will power which says to you to hold on. പിടിച്ചു നിൽക്കാൻ പറയുന്നൊരു വിൽ പവർ മാത്രം മതി നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. You have to cooperate with everyone and keep your values. എല്ലാവരോടും സഹകരിക്കുക, നിങ്ങളുടെ വാല്യൂസ് കീപ്പ് ചെയ്യുക. You may get the opportunity to walk with the king, but at the same time you should mingle with the common man. നിങ്ങൾക്ക് രാജാവിൻ്റെ കൂടെ നടക്കാനുള്ള അവസരം ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ കോമൺ മാനുമായിട്ടുള്ള ടച്ച്
വിടരുത്. നിങ്ങളൊരു VIP ആയിരിക്കാം, പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കരുത്. If you are a good person, neither your enemies nor your friends can hurt you. ഗാന്ധിജിയെ പോലെ അല്ലേ, നമ്മളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നമ്മുടെ ശത്രുവിനും നമ്മുടെ മിത്രത്തിനും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. Think twice before you act. നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണം. There may be times in which you cannot forgive. അല്ലേ, there is an unforgiving minute. Unforgiving minute എന്ന് വെച്ചാൽ എന്തുവാ? ദേഷ്യം വരുന്ന സമയം. The time in which we become angry. That time is 1 minute time. 60 seconds time. Fill the 60 seconds with worthy thoughts. ദേഷ്യം വരുന്ന സമയത്ത് fill the unforgiving minute with 60 seconds worth. 60 seconds worthy thoughts. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. ആ 60 സെക്കൻഡ് ഒരു ഡിസ്റ്റൻസാണ്. ആ ഡിസ്റ്റൻസ് ടൈമിൽ വർത്തി തോട്ട്സ് കൊണ്ട് ഫില്ല് ചെയ്യുക. Then the earth and everything will be yours. The earth will be yours. Then you become a true human being. നോക്കിക്കേ, ദ പോയം ഈഫ് ലേസ് ഡൗൺ ദ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ലൈഫ്. ലൈഫിന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ്. ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഫോർ എ ഗുഡ് ലിവിങ്. നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട വാല്യൂസാണ്. ഇറ്റ് ഈസ് എ മോണലോഗ്. മോണലോഗ് എന്ന് വെച്ചാൽ കവി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡൈഡാക്റ്റിക് വൺ. ഉപദേശം തരുന്നൊരു പോയമാണ്. ദോ സിമ്പിൾ, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് പോയം. സിമ്പിൾ ആണെങ്കിലും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള പോയമാണ് ഇഫ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ടൈം ലൈൻ. ഹോക്കിങ്ങിൻ്റെ ലൈഫിൻ്റെ ടൈം ലൈൻ. ഇതറിയാമെങ്കിൽ ഹോക്കിങ്ങിൻ്റെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് ഒരു സമ്മറി എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ വരേണ്ടതാണ്. 1980. നമുക്ക് നോക്കാം ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ആദ്യം ഒരു ഫ്രഷ് പേജിൽ ഒരു ലൈൻ ഇടുക ഇങ്ങനെ. ഇനി ഇത് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടൈം ലൈൻ എഴുതുമ്പോൾ താഴെ നിന്ന് മോളോട്ട് എഴുതണം. ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് മോളെയും താഴോട്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ 1942 ആണ് ഏറ്റവും താഴെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും. താഴേന്ന് മുകളിലോട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന, മുകളിൽ നിന്ന് താഴോട്ടാണ്. ഇത് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ ചോദിച്ചാലും എഴുതി വെക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, 1942 ആദ്യം അദ്ദേഹം ജനിച്ച വർഷം മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊക്കെ എഴുതാൻ പറ്റും. 1942 സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ അറ്റ് ഓക്സ്ഫോർഡ് ആസ് ദ സൺ ഓഫ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഫ്രാങ്ക് ഹോക്കിങ്ങിൻ്റെ ഇസബൽ ഹോക്കിങ്ങിൻ്റെ മകനായിട്ട് ജനിച്ചു. 6-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സെൻറ്റ് ആൽബൻസിൽ ജോയിൻ ചെയ്തത്. 1948 ജോയിൻ സെൻറ്റ് ആൽബൻസ്. 8-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സയൻറ്റിസ്റ്റ് ആവുന്നതിനെ പറ്റി ചിന്തിച്ചത്. 1950 ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് സീരിയസ്ലി ഓഫ് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്യുന്നത്. 1942 തൊട്ട് 17-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ 1959. നമ്മളും 17-ാമത്തെ വയസ്സിൽ നോർമലി ഡിഗ്രിക്ക് ചേരുന്നത്. ഹി ജോയിൻഡ് ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. 3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്, അദ്ദേഹം അന്നത്തെ കാലത്ത് അങ്ങനെ പറ്റുമായിരുന്നിരിക്കും, അദ്ദേഹം കേംബ്രിഡ്ജിൽ PhDക്ക് ജോയിൻ ചെയ്യുന്നത് 1962. അതിന് തൊട്ടടുത്ത വർഷമാണ് അദ്ദേഹത്തിന് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് അഥവാ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്ന രോഗം വരുന്നത്. 1963 1965 ഹി മെറ്റ് ആൻഡ് മാരിഡ് ജെയിൻ വൈൽഡ്. അദ്ദേഹം ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുകയും കല്യാണം കഴിക്കുകയും ചെയ്യും. 1965 തന്നെയാണ് ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് KS കോളേജിൽ റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യും. 1980 ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് ഓൺ ദ യൂണിവേഴ്സ്. അദ്ദേഹം യൂണിവേഴ്സിനെ പറ്റി ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. അതേ വർഷം അദ്ദേഹം കോക്രോഫ് ലെക്ചർ റൂമിൽ നടത്തിയ ലെക്ചറാണ് നമ്മളുടെ പാഠത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ഇവൻ്റ് ആണ്. നമ്മൾ പാഠം തുടങ്ങുന്നത് അത് വെച്ചിട്ടാണ്. 1984 ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദ ബുക്ക്. 1984 അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 1984 തന്നെയാണ് അതിനുശേഷമാണ് ഹി വാസ് അറ്റാക്ഡ് ബൈ ന്യൂമോണിയ ആൻഡ് ഹിസ് വിൻ പൈപ്പ് വാസ് റിമൂവ്ഡ്. അദ്ദേഹത്തിന് ന്യൂമോണിയ അറ്റാക്ക് ചെയ്യും, അദ്ദേഹത്തിൻ്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്യും. 1988 വളരെ ഇമ്പോർട്ടൻറ്റ് വർഷമാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ്. പുസ്തകത്തിൻ്റെ പേരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ്. 2005 ഹി റിലീസ് ദ അബ്രിജ്ഡ് വേർഷൻ ഓഫ് ദ ബുക്ക് കുറച്ചുകൂടെ അബ്രിജ് ചെയ്ത് ഇറക്കുന്നു. അദ്ദേഹം പിന്നീട് ചെയ്തൊരു കാര്യമാണ് ബ്ലാക്ക് ഹോൾസ് ഡിഫൈൻ ചെയ്തത്. 2018 മഹാനായ ശാസ്ത്രജ്ഞൻ പാസ്ഡ് അവേ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജെയിൻ വേൾഡിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വേറെ കിടപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി വായിച്ച് അറിഞ്ഞു എന്നുള്ള ആ ഒരു സെൻസിൽ നിന്നുകൊണ്ടാണ് ഇത് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോകുന്നത്. ദിസ് ഈസ് ഓൺലി എ റിവിഷൻ വീഡിയോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണാൻ വേണ്ടി പറയുകയല്ല,
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കാണുക. ഇപ്പോൾ ഈ ഒരു PPT നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും, പെട്ടെന്ന് നോക്കി പഠിക്കാനായിട്ട്. ബട്ട് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദീസ് അലോൺ. ഇതേ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പഠിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് വെച്ചിട്ട് പഠിക്കാം. ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കാണുക. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഷോർട്ട് വീഡിയോസായിട്ടും ചാപ്റ്ററിൻ്റെ കുറേ ആൻസേഴ്സ് ഒരുമിച്ച് ചെയ്തതായിട്ടൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. നോക്കുക. ആക്ടിവിറ്റീസ് മുഴുവൻ നമ്മളുടെ പല വീഡിയോസായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഇതിൻ്റെയും വീഡിയോ കിടപ്പുണ്ട്. ജവഹർലാൽ നെഹ്റു സ്പീക്സ് അബൌട്ട് ദി ഇൻഫ്ലുവൻസ് ദറ്റ് ഗാന്ധി ഹാഡ് ഓൺ ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ്. ജവഹർലാൽ നെഹ്റു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ദ ഇൻഫ്ലുവൻസ് ദറ്റ് ഗാന്ധി ഹാഡ് ഓൺ ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ്. ഗാന്ധിക്ക് ഇന്ത്യയുടെ മേലും ഇന്ത്യൻസിൻ്റെ മേലും ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസിനെ പറ്റിയാണ് ജവഹർലാൽ നെഹ്റു സംസാരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്പീക്സ് അബൌട്ട് ദ ഇൻഫ്ലുവൻസ് ദറ്റ് ഗാന്ധി ഹാഡ് ഓൺ ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ സിമ്പിൾ ഒരു ചാപ്റ്ററാണിത്. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? കഥയല്ല, എസ്സേ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, ദ ബ്രിട്ടീഷ് റൂൾ ബിക്കെയിം വേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം വളരെ മോശമാവും. എങ്ങനെയാണ് മോശമായത്? ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, ദ ബ്രിട്ടീഷ് റൂൾ ബിക്കെയിം വേഴ്സ് ഇൻ ഇന്ത്യ. പീപ്പിൾ ലോസ് ദെയർ ഫ്രീഡം ടു ദി അറ്റ്മോസ്റ്റ്. ആളുകൾക്ക് അവരുടെ ഫ്രീഡം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ദേ ലോസ് ദെയർ ഫ്രീഡം ടു ദി അറ്റ്മോസ്റ്റ്. ദ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. ഭയം. എന്തിനെയൊക്കെ ഭയക്കണം? ദ ഫിയർ ഓഫ് ദ ആർമി. ആർമിയെ ഭയക്കണം. ദ ഫിയർ ഓഫ് ദ പോലീസ്. പോലീസിനെ ഭയക്കണം. ദ ഫിയർ ഓഫ് ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്. കൂടിയിരിക്കുന്ന ആൾ പോലും സീക്രട്ട് സർവീസിൻ്റെ ആളായിരിക്കാം, അവരെ ഭയക്കണം. ദ ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്. ഉദ്യോഗസ്ഥരെ ഭയക്കണം. ദ ഫിയർ ഓഫ് ദ മണി ലെൻഡർ. മണി ലെൻഡറിനെ ഭയക്കണം. ദ ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിനെ ഭയക്കണം. ഇതിലെല്ലാം ഉപരി പീപ്പിൾ സഫേർഡ് ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ. ആളുകൾ അൺഎംപ്ലോയ്മെൻറ്റും സ്റ്റാർവേഷനും, പട്ടിണിയും തൊഴിലില്ലായ്മയും മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു. നോക്കിക്കേ. After the First World War, the British rule became worse in India. People lost their freedom to the utmost. The British rule was that of fear. Fear of the army, fear of the police, fear of the official class, fear of the money lender, fear of the landlord, and fear of the widespread secret service. People also suffered from unemployment and starvation. ഇവിടേക്കാണ് ആര് കടന്നു വരുന്നത്? ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഇവിടേക്കാണ് ഗാന്ധിജി കടന്നു വരുന്നത്. വിത്ത് ഹിസ് ഡോക്ട്രിൻസ് ഓഫ് സിംപ്ലിസിറ്റി, ട്രൂത്ത്, നോൺ വയലൻസ്, അഹിംസ. അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻസ് ആയിട്ടുള്ള സിംപ്ലിസിറ്റി, ട്രൂത്ത്, നോൺ വയലൻസ്, അഹിംസ, ഇതെല്ലാമായിട്ട് അദ്ദേഹം കടന്നു വരുന്നത്. ഹി ഡിഡ് നോട്ട് എറൈസ് ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്ന് പൊട്ടിമുളച്ച് വന്ന ആളല്ല ഗാന്ധി. ഹി എമർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്നും പൊങ്ങി വന്ന ആളാണ് ഗാന്ധി. ഹി ഡിഡ് നോട്ട് എറൈസ് ഫ്രം ദ ടോപ്പ്. He emerged from the millions of India. Jawaharlal Nehru speaks about the influence that Gandhi had on India and Indians. After the First World War, the British rule became worse in India. People lost their freedom to the utmost. The British rule was that of fear. The fear of the police, the fear of the army, the fear of the widespread secret service, the fear of the official class, the fear of the landlord, and the fear of the money lender. People suffered from unemployment and starvation. And then Gandhi came with his doctrines of truth, non-violence, ahimsa and abhaya. He did not arise from the top. He emerged from the millions of India. അടുത്ത ഗാന്ധിയുടെ ആക്ഷൻ എങ്ങനെയാണെന്ന. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. രണ്ട് മുഖങ്ങൾ, രണ്ട് ദളങ്ങളുണ്ട്. ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. ഫോറിൻ റൂളിനെ ചലഞ്ച് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക. ഇറ്റ് ഓൾസോ ഇൻവോൾവ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഇവൽസ് സച്ച് ആസ് മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് അൺടച്ചബിലിറ്റി. നമ്മുടെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ടുള്ള മൈനോറിറ്റി പ്രോബ്ലംസും അൺടച്ചബിലിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുക. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. ഇറ്റ് ഓൾസോ ഇൻവോൾവ്ഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഇവൽസ് സച്ച് ആസ് മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് അൺടച്ചബിലിറ്റി. അടുത്തത് ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ്. ഇടയ്ക്കത്തെ പോയിൻ്റൊക്കെ വിട്ടേക്കാം. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ്. എന്തൊക്കെയാണ് ഗാന്ധിയുടെ ടീച്ചിങ്ങിൻ്റെ എസെൻസ്? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഫിയർലെസ്നെസ് എന്ന് വെച്ചാൽ എന്താ? ഫിയർലെസ്നെസ് ഈസ് നോട്ട് മിയർലി ബോഡ്ലി കറേജ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്.
ബോഡ്ലി കറേജ്, ശരീരം കൊണ്ട് കാണിക്കുന്ന കൃത്യങ്ങളെയല്ല ധീരത എന്ന് പറയുന്നത്. ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്, മനസ്സിൽ ഭയമില്ലാത്ത അവസ്ഥയാണ് ഫിയർലെസ്നെസ് എന്ന് പറയുന്നത്. ഗാന്ധി taught the Indians that fear is close companion to falsehood and truth follows fearlessness. നോക്കിക്കേ, ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫോൾസ്ഹുഡ്. തെറ്റിൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ് ഭയം. ഭയന്നാൽ തെറ്റിലേക്ക് പോകും, തെറ്റിലേക്ക് പോയാൽ ഭയക്കേണ്ടി വരും. ഇത് തമ്മിൽ കണക്ഷനുണ്ട്. ആൻഡ് ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. സത്യസന്ധനായിരുന്നാൽ ഒന്നിനെയും ഭയക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഭയക്കാതെ ജീവിക്കണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. പുറമേ കാണുന്ന അതേ വ്യക്തി മനസ്സിലും ആവുക. അവിടെയാണ് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റുക. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് twofold. The action involved in challenging and resisting the foreign rule. It also involved fighting against our own social evils such as untouchability and minority problems. The essence of his teaching was fearlessness and truth. Fearlessness, abhaya എന്നാണ് അതിൻ്റെ അർത്ഥം. അഭയ എന്നാണ് വേർഡ്. Fearlessness does not mean bodily courage but the absence of fear from the mind. Gandhi taught the Indians that fear is close companion to falsehood and truth follows fearlessness. Gandhi influenced millions of Indians in varying degrees. Millions of Indians in varying degrees, പല പല അളവിൽ. ഇപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക. ചിലർക്കൊന്നും മനസ്സിലാവില്ല, ചിലർക്ക് എല്ലാം മനസ്സിലാവും, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ദേഷ്യം തോന്നും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നമ്മളെ എടുക്കുക. സോ ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഗാന്ധി ഇന്ത്യക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തത് പല പല അളവുകളിലാണ്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്. ചില ആളുകളുടെ ജീവിതത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി. ദ ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് സബ്മിഷൻ വാസ് ടേക്കൺ അവേ. ഇന്ത്യക്കാരെന്തോ കുറഞ്ഞ ആളുകളാണെന്നുള്ള ആ ഷെയിമിൻ്റെ സബ്മിഷൻ്റെ ഒക്കെ ഫീലിംഗ് എടുത്ത് ദൂരെ കളഞ്ഞു. നോക്കിക്കേ, ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് ഇന്ത്യൻസ് ഇൻ വേരിയിങ് ഡിഗ്രീസ്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്. ദെൻ ദ ഫീലിംഗ് ഓഫ് ഷെയിം ആൻഡ് സബ്മിഷൻ വാസ് taken away. A change was visible even among the high class Indians. High class Indiansന്റെ ഇടയിൽ പോലും ചേഞ്ച് കാണാൻ പറ്റി. Titles were given up. ടൈറ്റിൽസ് ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ആൻഡ് ദ റിച്ച് became anxious to show off their wealth. റിച്ച് പണക്കാർ അവരുടെ വെൽത്ത് ഷോ ഓഫ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചു. ടൈറ്റിൽസ് were given up and the rich became anxious to show off their wealth. അവരുടെ പണം കാണിക്കാനുള്ള ആ ഒരു താല്പര്യം അവർ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ കൺക്ലൂഷനാണ് പറയാം. ഗാന്ധി ലൈക്ക് എൻ എക്സ്പേർട്ട് സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ പ്രോബ്ഡ് ഡീപ്ലി ഇൻ ടു ദ മൈൻഡ് ഓഫ് ദി ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങി. ആൻഡ് ഹെൽപ്പ് ദം ടു ഗെറ്റ് റിഡ് ഓഫ് ദെയർ ബേർഡൻ, അവരുടെ ബേർഡൻ ഒഴിവാക്കാൻ അവരെ സഹായിച്ചു. ഗാന്ധി ലൈക്ക് ആൻ എക്സ്പേർട്ട് സൈക്കോളജിസ്റ്റ് പ്രോബ്ഡ് ഡീപ്ലി ഇൻ ടു ദ മൈൻഡ് ഓഫ് ദി ഇന്ത്യൻസ് ആൻഡ് ഹെൽപ്പ് ദം ടു ഗെറ്റ് റിഡ് ഓഫ് ദെയർ ബേർഡൻ. He was always there as a symbol of uncompromising truth. Gandhi was always there as the symbol of uncompromising truth. അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാത്ത ട്രൂത്തിൻ്റെ സിംബലായിരുന്നു. He was like a powerful current of fresh air. ശുദ്ധവായുവിൻ്റെ ശക്തമായ ഒഴുക്ക് that helped the Indians to take deep breaths. ശക്തമായ ശ്വാസമെടുക്കുവാൻ ഇന്ത്യക്കാരെ സഹായിച്ച ശുദ്ധവായുവിൻ്റെ ശക്തമായ ഒഴുക്കായിരുന്നു ഗാന്ധിജി. Gandhi was powerful current of fresh air that helped the Indians to take deep breaths. It is not surprising that Gandhi fascinated the masses of India. Gandhi ഇന്ത്യക്കാരെ ഫാസിനേറ്റ് ചെയ്തു എന്ന ഫാക്ട് സർപ്രൈസിങ് അല്ല. It is not surprising that Gandhi fascinated the masses of India. There are no parallels to Gandhi. ഗാന്ധിക്ക് പാരലൽസ് ഇല്ല. He is the only one who dared to say my life is my message. My life is my message എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒറ്റ മനുഷ്യനെ ലോകത്തുള്ളൂ, അത് ഗാന്ധിയാണ്. ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ചോദിച്ചാൽ ബിലീഫ് ഇൻ ഗോഡ്, ഈശ്വരവിശ്വാസം, സിംപ്ലിസിറ്റി, ട്രൂത്ത്, നോൺ വയലൻസ്, അഹിംസ, അഭയ ആൻഡ് നോൺ കോപ്പറേഷൻ. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സമ്മറി പഠിക്കണം, ഓദറിൻ്റെ ക്യാരക്ടർ പഠിക്കണം, മാഗിയുടെ ക്യാരക്ടർ പഠിക്കണം, മാഗിയുടെ മദറിൻ്റെ ക്യാരക്ടർ പഠിക്കണം, സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ പഠിക്കണം, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്രിസ്റ്റൽ റിംഗ് പഠിക്കണം, റോൾ ഓഫ് ഫെയ്ത്ത് പഠിക്കണം, സൂപ്പർസ്റ്റിഷൻ പഠിക്കണം, ലെറ്റേഴ്സ് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ചെയ്ത വീഡിയോസ് കിടപ്പുണ്ട്. ഇത് നമ്മളിവിടെ സമ്മറിയും അത്യാവശ്യം 1-2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്? ദ എക്സ്പീരിയൻസസ് the author had
while he was in England. ഓതർ ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. എന്താ സംഭവിച്ചേ? വൺ ഡേ ഹി മെറ്റ് എ ഗേൾ ഇൻ എ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹി ഷോഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് വെദർ ഹി വാസ് ആൻ ഇന്ത്യൻ. അദ്ദേഹം ഇന്ത്യക്കാരനാണോ എന്നറിയാൻ ആ പെൺകുട്ടി ഒരു ആകാംക്ഷ കാണിച്ചു. സോ ഹി ടോക്ക് വിത്ത് എ ഗേൾ. അദ്ദേഹം ആ പെൺകുട്ടിയോട് സംസാരിച്ചു. ഹെർ നെയിം വാസ് മാഗി. അവളുടെ പേര് മാഗി എന്നായിരുന്നു. ഷീ വാസ് ഇൻ സെർച്ച് ഓഫ് ആൻ ഇന്ത്യൻ. അവൾ ഒരു ഇന്ത്യക്കാരനെ സെർച്ച് ചെയ്യുമായിരുന്നു. വൈ? ബിക്കോസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ആൻ ഇന്ത്യൻ കുഡ് ഹെൽപ്പ് ഹെർ ടു ഫൈൻഡ് ഔട്ട് ഹെർ ബ്രദർ ഹു വാസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അവളുടെ ബ്രദർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ദെയർ ഹാഡ് ബീൻ നോ ന്യൂസ് അബൌട്ട് ഹിം ഫോർ എ ലോങ് ടൈം. അയാളെപ്പറ്റി ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു. നോക്കിക്കേ, വൺ ഡേ ഹി മെറ്റ് എ ഗേൾ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഷീ ഷോഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് വെദർ ഹി വാസ് ആൻ ഇന്ത്യൻ. Her name was Maggie. Her brother was working in India. She had no news about him for several days. So she had been waiting to meet an Indian. The author and the girl became friends and the author promised to help her. One day, Mr. Gupta visited the girl's house. ഒരു ദിവസം ഗുപ്ത ആ പെൺകുട്ടിയുടെ വീട് വിസിറ്റ് ചെയ്തു. He could meet her mother. അമ്മയെ കാണാൻ പറ്റി. who also worried a lot about her son. മകനെ പറ്റി ഒരുപാട് വറി ചെയ്ത അമ്മയെ കാണാനായിട്ട് സാധിച്ചു. They had a ring with them which was sent to them by Frank. അവരുടെ കയ്യിൽ ഫ്രാങ്ക് അയച്ചു കൊടുത്ത ഒരു റിംഗ് ഉണ്ടായിരുന്നു. And she believed that an Indian could see Frank by looking into the ring. She believed that an Indian could see where her son was by looking into the crystal ring. They had a ring with them which was sent to them by Frank from India. They believed that an Indian could trace Frank by looking into the ring. അവർ വിശ്വസിച്ചത് റിങ്ങിലേക്ക് നോക്കി ഒരു ഇന്ത്യക്കാരന് ഫ്രാങ്കിനെ ട്രേസ് ചെയ്യാൻ കഴിയും എന്നാണ്. For her satisfaction, he looked into the ring and told them that he was unable to see anything. റിങ്ങിലേക്ക് നോക്കിയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. They become desperate. അവർ ഡെസ്പറേറ്റായി. Soon the mother fell ill. അമ്മ രോഗിയായിട്ട് മാറും. So അതുകൊണ്ട് the girl made the author lie that her son was well. ഓതറിനെ കൊണ്ട് അവൾ കള്ളം പറയിപ്പിക്കും. That Frank was safe. But later they got a letter saying that Frank was dead. ഫ്രാങ്ക് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അവർക്ക് കിട്ടും. So one day Mr. Gupta visited the house. He could meet her mother. She also worried a lot about her son. They had a crystal ring with them which was sent to them by Frank from India, and they believed that an Indian could trace Frank by looking into the ring. The author looked into the ring and said that he could not see anything. So soon the mother fell ill. So Maggie made the author lie that Frank was safe. Later they got a letter saying that Frank was dead. Conclusion ആണ്, the author was getting ready to leave England. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയാണ്. മാഗി paid a visit. മാഗി അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുകയാണ്. The girl requested him to visit her brother's tomb. ബ്രദറിൻ്റെ ടൂംബ് വിസിറ്റ് ചെയ്യാനായിട്ട് ഗേള് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഷീ ഹാൻഡഡ് ഓവർ എ ഷില്ലിംഗ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു ബൈ ആൻഡ് ലേ സം ഫ്ലവേഴ്സ് ഓൺ ദ ടൂംബ്. ഒരു ഷില്ലിംഗ് കൊടുത്തിട്ട് പറഞ്ഞു പൂക്കൾ വാങ്ങി ടൂംബിൽ വെക്കണം. മിസ്റ്റർ ഗുപ്ത പ്രോമിസ് ടു ഡു സോ ആൻഡ് അഷ്വർഡ് ഹർ ദാറ്റ് ഹി വുഡ് സെൻഡ് ഹർ ലെറ്റേഴ്സ്. മിസ്റ്റർ ഗുപ്ത അവൾക്ക് പ്രോമിസ് കൊടുത്തു. It is not the amount of money or the quantity of flowers that worth, but it is the quality of love and true relationship that really worth. It is not the amount of money or the quantity of flowers that really worth. പണം എത്ര ഉണ്ടെന്നുള്ളതോ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന പൂക്കളിലോ അല്ല കാര്യം, but the quality of love and true relationship that really worth. ലവിൻ്റെ ക്വാളിറ്റി, ട്രൂ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയാണ് റിയലായിട്ട് വർത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ ചോദിച്ചാൽ ദ വർത്ത് ഓഫ് ട്രൂ റിലേഷൻഷിപ്പ് എന്ന് എഴുതി വെക്കാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനൊന്നും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും സമ്മറി എഴുതി വെക്കരുത്. സമ്മറിയിലുള്ള പോയിൻറ്റ്സ് യൂസ് ചെയ്യാം, ബട്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് തന്നെ എഴുതുക. ഇതിൻ്റെ ഒരു സമ്മറി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്ത വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോയ്ക്കകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അത് നോക്കി പഠിക്കുക. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചും സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സും ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം നോക്കാം. ജെയിംസ് ഷേർലിയാണ് പോയിട്ട്. ഹി ഈസ് ദ ലാസ്റ്റ് ഓഫ് ദ എലിസബത്തൻസ്. എലിസബത്തൻ റൈറ്റേഴ്സിലെ അവസാനത്തെ റൈറ്ററായിരുന്നു ജെയിംസ് ഷേർലി. എലിസബത്തൻ കാലഘട്ടം, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം, എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ റൈറ്റേഴ്സിൽ ഒരാളാണ് ജെയിംസ് ഷേർലി. ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ, മഹാനായ എഴുത്തുകാരനായിരുന്നു. ഡെത്ത് ദ ലെവലർ ഇസ് എ ഫ്യൂണറൽ സോങ്. ചരമഗീതമാണ്.
ഇത് പഠിച്ചിട്ട് പോകണം. കാരണം ഡെത്ത് ലെവലറി നമ്മൾ എത്ര ഓർത്താലും ആകെ 1-2 സെൻറ്റൻസേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോവുക. ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് എർത്ത്ലി ഗ്ലോറി ആൻഡ് പവർ. എർത്ത്ലി ഗ്ലോറി, ഭൂമിയിലുണ്ടാകുന്ന മഹത്വത്തിൻ്റെ അധികാരത്തിൻ്റെയും ഒക്കെ വാനിറ്റി, പൊങ്ങച്ചത്തെ പറ്റിയും ഇംപെർമനൻസ്, അസ്ഥിരതയെ പറ്റിയൊക്കെയാണ് കവി സംസാരിക്കുന്നത്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ മിയർ ഷാഡോസ്. നമ്മളുടെ ബ്ലഡിൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ്, നമ്മുടെ അവസ്ഥ. ബ്ലഡ് എന്ന് വെച്ചാൽ നമ്മുടെ കുലമഹിമ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ദേ ആർ മിയർ ഷാഡോസ്. അതൊക്കെ നിഴലുകളാണ്. നോബഡി ക്യാൻ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഫേറ്റ്. ആർക്കും വിധിയെ തടുക്കാനാവില്ല. ഡെത്ത് കോൺകേഴ്സ് ഓൾ. മരണം എല്ലാവരെയും കീഴടക്കുന്നു. ഈവൻ ദ മോസ്റ്റ് പവർഫുൾ കിങ്. ഏറ്റവും ശക്തനായ രാജാവിനെ പോലും മരണം കീഴടക്കും. ഡെത്ത് ഈസ് ദ ലെവലർ വിച്ച് മേക്സ് എവറി വൺ ഈക്വൽ. ഡെത്ത് ഈസ് ദ ലെവലർ വിച്ച് മേക്സ് എവറി വൺ ഈക്വൽ. ഡെത്ത് ലെവലറാണ്, എല്ലാവരെയും ഈക്വൽ ആക്കും. ഇതായിരുന്നു കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു ചോദ്യം. ഡെത്ത് ഈസ് ദ ലെവലർ മെറ്റഫറാണ്. ഡെത്ത് ലെവൽസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. പണക്കാരെയും പാവപ്പെട്ടവരെ ലെവൽ ചെയ്യും. ദ ഹൈ ക്ലാസ് ആൻഡ് ദ ലോ ക്ലാസ്. ഹൈ ക്ലാസ്സിനെയും ലോ ക്ലാസ്സിനെയും ലെവൽ ചെയ്യും. മെൻ ആൻഡ് വുമൺ. പുരുഷനെയും സ്ത്രീയെയും ലെവൽ ചെയ്യും. അങ്ങനെ ദ പവർഫുൾ ആൻഡ് ദ വീക്ക്. പവർഫുള്ളിനെയും വീക്കിനെയും ലെവൽ ചെയ്യും. അങ്ങനെ എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്ന ഒരാളാണ് ദ കിങ് ആൻഡ് ദ കോമൺ മാൻ. കിങ്ങിനെയും കോമൺ മാനെയും ലെവൽ ചെയ്യും. അങ്ങനെ എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്ന ഒന്നാണ് ഡെത്ത്. ദ പീപ്പിൾ ഹൂ റീപ് ദ ഫീൽഡ്സ് വിത്ത് ദെയർ സോഡ്സ് ബിക്കം വീക്ക് ലോങ് ആഫ്റ്റർ. വയലിൽ കൊയ്ത്ത് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ വെട്ടിപ്പിടിക്കുന്ന ആളുകൾ, ദേ വിൽ ലൂസ് ദെയർ സ്ട്രെങ്ത്, ദേ വിൽ ബിക്കം വീക്ക്. അവരൊക്കെ വീക്കാവും. ദേ ഓൾസോ സ്റ്റൂപ്പ് ബിഫോർ ഫേറ്റ്. അവരും ദേ ഓൾസോ സ്റ്റൂപ്പ് ടു ഫേറ്റ്. വിധിക്ക് മുമ്പിൽ കീഴടങ്ങും. ദേ ബിക്കം ക്യാപ്റ്റീവ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കൈകളിൽ ക്യാപ്റ്റീവ്സ് ആവും. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൂ യു ആർ, ലൈഫ് വിൽ എൻഡ് അപ്പ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. നിങ്ങൾ ആരാണെന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ലൈഫ് മരണത്തിൻ്റെ കൈകളിൽ എൻഡ് അപ്പ് ചെയ്യും. ഈ പോയത്തിൻ്റെ തീം, ഇഫ് യു ലിവ്ഡ് എ ഗുഡ് ലൈഫ്, ഇഫ് യുവർ ആക്ഷൻസ് വെയർ ജസ്റ്റ്, ദ ഗുഡ്നെസ് ഓഫ് യുവർ ആക്ഷൻസ് മേ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. നിങ്ങൾ നല്ലൊരു ജീവിതമാണ് ജീവിച്ചതെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തികളൊക്കെ നീതി നിറഞ്ഞതായിരുന്നെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തികളുടെ നന്മ നിങ്ങളുടെ അസ്ഥിമാടത്തിൽ എപ്പോഴും പുഷ്പിക്കും എന്നാണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള പോയമാണ്. ദ പോയറ്റ് പെർസോണിഫൈസ് ഡെത്ത്. എവിടെയാണ് അത് കാണുന്നത്? ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് എന്ന് പറയുന്നിടത്ത് പെർസോണിഫിക്കേഷൻ ഉണ്ട്. ഡെത്ത് എ ലെവലർ എന്ന് പറയുന്നത് തന്നെ ഒരു മെറ്റഫറാണ്. The poet makes use of the figure of speech metonymy by using the expression scepter and crown. Scepter and crown for the king. രാജാവ് കിങ് എന്ന് പറയേണ്ടതിന് പകരം സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നു. പുവർ എന്ന് പറയേണ്ടതിന് പകരം സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറയുന്നു. ഇത് മീറ്റോണിമിക് എക്സാമ്പിൾ ആണ്. ദെൻ ഓക്സിമറോൺ, വിക്ടർ വിക്ടിം. വിക്ടർ എന്ന് വെച്ചാൽ വിജയിച്ച, വിക്ടിം എന്ന് വെച്ചാൽ ബലിയാട്. 2 ഓപ്പോസിറ്റ് വേർഡ്സ് അടുത്തടുത്ത് വരുന്നതിനാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ല ഭയങ്കര സൗന്ദര്യം, ടെറിബിൾ ബ്യൂട്ടി. ബ്യൂട്ടിക്ക് എങ്ങനെ ടെറിബിൾ ആവാൻ പറ്റുക? അപ്പോൾ ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടി 2 ഓപ്പോസിറ്റ് വേർഡ്സ് അടുത്തടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് തെറ്റിക്കരുത്. OXYMORON ടു റെഫർ ടു ദ പേഴ്സൺ അവൈറ്റിംഗ് ഡെത്ത്. അപ്പോൾ മരണത്തെ വെയിറ്റ് ചെയ്യുന്ന ആളെ വിക്ടർ വിക്ടിം എന്ന് പറയുന്നു. ദ പോയം ഫോളോസ് ദ റൈം സ്കീം AB. പോയത്തിൻ്റെ റൈം സ്കീം AB എന്നാണ്. ദ പോയം കണ്ടെയ്ൻസ് കപ്ലെറ്റ്സ് ലൈക്ക് സ്ട്രോങ് നെർവ്സ്, മർമറിംഗ് ബ്രെത്ത്, പെയിൽ ക്യാപ്റ്റീവ്സ്, മൈറ്റി ഡീഡ്സ്, വിക്ടർ വിക്ടിം. ഇങ്ങനെയുള്ള ചെറിയ കപ്പിൾ വേർഡ്സ് പോയത്തിൽ വരുന്നുണ്ട്. കപ്ലെറ്റ്സ് എന്ന് ശരിക്കും പറയുന്നത് 2 ലൈൻസിനെയാണ്, കപ്ലെറ്റ്സ് അല്ല. ദ പോയം കണ്ടെയ്ൻസ് യൂണിറ്റ് വേർഡ്സ് അല്ലെ പെയർ വേർഡ്സ് ലൈക്ക് സ്ട്രോങ് നെർവ്സ്, മർമറിംഗ് ബ്രെത്ത്, പെയിൽ ക്യാപ്റ്റീവ്സ്, മൈറ്റി ഡീഡ്സ്, വിക്ടർ വിക്ടിം. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ എഴുതാൻ പ്രയാസമാണ്. ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന വീഡിയോ കിടപ്പുണ്ട്. പോയം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ഉണ്ട്. ഈ പോയത്തിൻ്റെ സമ്മറി പ്രത്യേകം എടുക്കുന്നൊരു ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നോക്കി പഠിക്കുക. അത് ആവശ്യമുള്ളവർ അത് നോക്കി പഠിക്കുക. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് ജനറലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇതൊരു റിവിഷൻ വീഡിയോ മാത്രമാണ്. ഇത് മാത്രമായിട്ട് നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. എക്സാമിന് മുമ്പ് പെട്ടെന്നൊന്ന് കാണാൻ വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. താങ്ക് യു.